രാഹുൽ വേട്ടയിൽ ഒരു കന്യാസ്ത്രീയുടെ പ്രതികരണം കേൾക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ 23 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിലിന് നീതി തേടി ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് അനുഭാവികളും സാധാരണ ജനങ്ങളും പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. സാധാരണ വീട്ടമ്മമാർ, പ്രായമായ വൃദ്ധമാതാപിതാക്കൾ, സഹോദരിമാർ, എന്തിന് മടത്തിലമ്മമാർ വരെ രാഹുലിന് നീതി തേടി അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളെ വിളിക്കുകയാണ്. ഇന്ന് രാവിലെ വയനാട് ബദനി ആശ്രമത്തിലെ അന്തേവാസിയായ സിസ്റ്റർ ബിറ്റി ക്രിസ്റ്റഫർ വിളിച്ചത് കേൾക്കുക. സിസ്റ്റർ ബിറ്റി ക്രിസ്റ്റഫർ ഒരു റിട്ടയർഡ് ടീച്ചറാണ്. ഒരു കന്യാസ്ത്രീയാണെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളിലെല്ലാം വളരെയേറെ ശ്രദ്ധിക്കുന്ന ഈ സിസ്റ്റർക്ക് വളരെയേറെ മനോവേദനയുണ്ടാക്കി ഈ രാഹുൽ വേട്ട. ഈ ദുർഭരണത്തിൽ നിന്നും ഒരു മാറ്റമുണ്ടാകും എന്ന് നാളുകൾ എണ്ണിക്കഴിഞ്ഞിരുന്ന ഇവരെ പോലെയുള്ളവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുടർന്ന് വേട്ടയാടുന്നത് കണ്ട് വളരെയേറെ മനോവ്യത ഉണ്ടായി. സാധാരണക്കാരുടെ നാവായ ITV ന്യൂസിലൂടെ പ്രതികരണം അറിയിക്കുവാൻ അവസരമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സിസ്റ്റർ ബിറ്റി ഇന്ന് രാവിലെ ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഗുഡ് മോർണിംഗ്. ഞാൻ വിളിക്കുന്നത് സിസ്റ്റർ ആകട്ടോ. എന്റെ പേര് ക്രിസ്റ്റഫർ. ബത്തേരി. ഞാൻ ഇത് എന്നും കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയും ഒക്കെ സമർപ്പിച്ച് ഈ പയ്യനെ ഇന്നും ചെയ്തതാ. അപ്പൊ ഞാൻ ഈ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ സമയത്ത് ഈ മാർക്സിസ്റ്റുകാരുടെ ഒരു വലിയ അടവായത്. അതുകൊണ്ട് പിന്നെ ഇവരിനി എടുക്കുകയെന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഈ വലിച്ചു കയറി കളയാതെ നമുക്ക് മുകളിലേക്കൊന്ന് അറിയിക്കാൻ പറ്റുകയില്ലേ? നമ്മുടെ രാഹുൽ ഗാന്ധി അവരൊന്ന് അറിയിക്കാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി തടവറയിലാന്ന് അറിയത്തില്ലേ? ഈ ആലപ്പുഴയിൽ ഒരു കോവാലൻ ഉണ്ട്, അയാളുടെ തടവറയിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ഹൈക്കമാൻഡ് എന്ന് പേരൊക്കെ ഉള്ളൂ. ഈ ഒരു ആലപ്പുഴ കോവാലന്റെ പിടിയിലായി പോയി കോൺഗ്രസ് നേതൃത്വം. അയാളാ ഇവിടെ കിടന്ന് ഇത്രയായിട്ട് വലിച്ചു നീട്ടി നശിപ്പിക്കുന്നത്. അയാളുടെ താളത്തിനൊത്ത് ഇവന്മാരെ തുള്ളുന്നു. പിന്നെ ഇവര് വമ്പൻ ഒരു ഡീലുണ്ടാക്കി. പിണറായിക്ക് 3ാമതും അവസരം ഒരുക്കി കൊടുക്കുവാൻ ഇവന്മാർ കോടികൾ മേടിച്ച് കോൺഗ്രസിനെ നശിപ്പിക്കുക എന്ന വലിയൊരു അജണ്ടയുണ്ട്. അത് BJP സർക്കാരിന്റെ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടം കേട്ടോ. ഞങ്ങളെയൊക്കെ വോട്ടൊക്കെയാണ് ഇങ്ങനെ നല്ലതായിട്ട് കൊടുക്കണില്ലെന്ന് ഓർത്ത് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. സിസ്റ്റർ വോട്ട് ആർക്കായിരുന്നു നേരത്തെ? കോൺഗ്രസിനായിരുന്നു ചെയ്തോണ്ടിരുന്നത്? ഞാൻ കോൺഗ്രസിന് ചെയ്തിട്ടുള്ളൂ ഇന്നുവരെ. അപ്പം പലപ്പോഴും ഞങ്ങൾക്ക് വോട്ട് കാണത്തില്ല. ഞങ്ങളെ ചെയ്യാൻ ചെല്ലുമ്പം ഇവിടെ നമുക്ക് ലിസ്റ്റ് വരും, നമുക്കില്ല. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നത്. ഞാനിപ്പോ എത്ര നാളായി നിയമസഭയെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തില്ല. സിസ്റ്റർ ഇപ്പോൾ മഠത്തിൽ തന്നെയാണോ അതോ പുറത്ത്? അല്ല, ഇവിടെ ഞാൻ പിന്നെ കോൺവെന്റില്ല. എനിക്ക് ഇച്ചിരി പ്രായമൊക്കെ ഉണ്ട്. ഞാൻ ടീച്ചറായിരുന്നു, പെൻഷനൊക്കെ ആയിരിക്കുക. ഞാൻ താമരശ്ശേരിയില് ഞങ്ങളുടെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെൻഷനായിട്ട് കുറെ വർഷമായി. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഭയങ്കര സ്പിരിറ്റായി. എനിക്കങ്ങ് ഞാൻ ഓർക്കുക, ഇത് ആരെ അറിയിച്ചാ പറ്റും എന്റെ സുനിൽ? ഇത് നാട്ടുകാരെ അറിയിക്കുക. അതാണ് ഏറ്റവും നല്ല ഒരു സാധനം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളതാണ്. കാരണം നാട്ടുകാർ വിചാരിച്ചാൽ മാത്രമേ ഇവന്മാരെ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പാർട്ടി നേതൃത്വം എല്ലാം നേതൃത്വം ഒന്നും ഇല്ല. ഇനിയിപ്പം ഹൈക്കമാൻഡ് എന്ന് വെറും ചുമ്മാ പ്രഹസനം അല്ലേ? ആ പേര് കേൾക്കുമ്പോൾ ഇപ്പൊ ചിരിയല്ലേ നമുക്ക് വരുന്നത്? എന്ത് ഹൈക്കമാൻഡ്? സിസ്റ്റർ ഒന്ന് ഓർത്ത് നോക്കി, എവിടെ ഹൈക്കമാൻഡ്? ഇവനെ കയറ്റിയില്ലായിരുന്നേ മതിയായിരുന്നു. ഈ പിന്നെ വേണുഗോപാൽ, അയാളൊരു ദുഷ്ടനാ. അവൻ ഈ പണിയെല്ലാം ഒപ്പിച്ച് വിളിച്ചിട്ട് കുറുകം പോലെ പമ്മി നിൽക്കുക. ഇത് ആരും അറിയുന്നില്ലെന്ന് ഓർക്കുക. സമയമാകുമ്പം ഇതെല്ലാം തമ്മിൽ അടിച്ച് പിരിഞ്ഞ് നാട്ടുകാർ ഇവനെ എല്ലാം കൂടെ എടുത്ത് സഹി കെട്ട് ഇവനെയൊക്കെ അടിച്ച് റൊട്ടിയായി കഴിയുമ്പോഴത്തേക്കും ഇലക്ഷൻ ആകുമ്പം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാന്നും പറഞ്ഞ് ഇരിക്കുക അളിയൻ പശയൊക്കെ മുക്കിയേ. എന്റെ ദൈവമേ, വലിയ സങ്കടം കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ എന്നും ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമായത്. എനിക്ക് വലിയ സങ്കടം. ഞാൻ അന്ന് മുതൽ ഈ പയ്യന് വേണ്ടി എത്ര കൊന്തയില്ലോ എന്നറിയാം. എത്ര ജപമാലയില്ല. വിശുദ്ധ കുർബാന ഇപ്പൊ ആരാധിക്കാൻ പോകുമ്പോഴാണ് പ്രധാനമായിട്ട് ഇവനാ ഉന്നയിക്കുന്നത്. എനിക്ക് അവനെ അറിയത്തുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷേ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു യുവ നേതാവ്, അതാണ് എന്റെ വിഷമം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? ഇതേ പറ്റുള്ളൂ സുനിലേ? ഇതിനകത്ത് ചെയ്യാൻ പറ്റാവുന്ന ഏക കാര്യം ജനങ്ങൾക്ക് ബോധ്യം ഉണ്ടാകുക. ഇവന്മാരുടെ ഈ കള്ളത്തരങ്ങള്, ഇവന്മാരുടെ ഈ പൊയ്മുഖം ജനങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവനെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിൽ ഇവനെ ഒന്നും
ഇവന്റെ മണ്ഡലത്തിൽ തോപ്പിച്ച് കളയുക എന്നുള്ള ഒരു പണി മാത്രമാണ് നമുക്കിനി അവശേഷിക്കുന്നത്. പക്ഷെ എന്ത് വില കൊടുത്തും രാഹുലിനെ തിരികെ കയറ്റത്തില്ല എന്നുള്ള പിടിവാശിയിലാണ് ഇവൻ പോകുന്നത്. അല്ലെന്ന് ഇത്രയും വലിയ കേസ് ഒന്നുമില്ല, FIR ഒന്നുമില്ല എന്നുണ്ട്. പിന്നെ ഈ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കൂടെ കയറിയിട്ട് ഇത്രയൊന്നും ഇല്ലല്ലോ, കേസില്ലല്ലോ എന്നുള്ള അവരൊന്നും പിന്നെ നിൽക്കാത്തതന്നെ. അതുകൊണ്ടാണല്ലോ എത്രായിരം കോടി രൂപ പിണറായിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഈ കോൺഗ്രസിനെ തോപ്പിച്ച് നശിപ്പിച്ച് ഈ വിഷയം ഇതുപോലെ ഇപ്പൊ സിസ്റ്റർ പോലും അതായത് ഒരു വയനാട്ടിലുള്ള ഒരു മഠത്തിലുള്ള ഒരു സിസ്റ്റർ ഈ അതായത് ഒരു റിട്ടയർമെന്റ് ജീവിതം നയിക്കുന്ന ആക്റ്റീവായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാത്ത ഒരു സിസ്റ്റർക്ക് പോലും തോന്നുന്നു ഇതിനകത്ത് എന്ത് നീതികേടാണ് ഈ പ്രവർത്തിക്കുന്നത്, ഇതിനകത്ത് ഇവരെന്തുകൊണ്ടാണ് ഒരു ശത്രുതാ മനോഭാവത്തോടെ ഇവിടെ പെരുമാറുന്നത്, ഇതിനകത്ത് ഒരു ലോജിക്കും കാണുന്നില്ലോ എന്ന് സിസ്റ്റർക്ക് പോലും തോന്നുന്നു എങ്കിൽ ഇവന്മാർക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല എന്ന് നമ്മൾ സ്വയം ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവന്മാർ ആ മേടിച്ച പണത്തിന്റെ കൂറ് കാണിക്കുന്നു, ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നു. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അന്നേരം ഇത് രാഹുൽ എന്നുള്ള ഒരാളെ തീർക്കാൻ നോക്കുക അല്ല ഇത്. ഈ ഒരു വിഷയത്തിലൂടെ കോൺഗ്രസ്സുകാരെ സകല ജനങ്ങളും വെറുക്കുന്ന ഒരു അവസ്ഥ വരും. ആ വെറുപ്പ് വരുന്ന ലോക്കൽ ബോഡി അതുപോലെ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഈ വെറുപ്പ് വോട്ട് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള വോട്ടായി മാറും. ഇതിലും ഭേദം യുവമാരാണ്, ഇത്രയും നികൃഷ്ടന്മാരായ യുവമാരാണ് ഇതിനേക്കാളും നല്ലതെന്ന് കോൺഗ്രസ്സുകാർ കരുതും. അതിന് ഈ നാശത്തിന് യുവമാര് രഹസ്യമായിട്ട് ഇരുന്ന് അധ്യക്ഷത വഹിക്കുന്ന പണിയാണ് ഈ ചെയ്യുന്നത്. അത് ഓരോ ജനങ്ങളും മനസ്സിലാക്കണം. അല്ലാതെ ഇത് പാർട്ടിയെ സ്നേഹിക്കാനോ ഇവന്മാരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കലോ ഒന്നുമല്ല. ബോധ്യത്തിലാന്ന് പറയും. എന്ത് ബോധ്യത്തിലാണ്? എനിക്കങ്ങ് ഭയങ്കര സങ്കടം. ഇപ്പോഴാണ് ഇനി നമ്മൾ വോട്ടിട്ടാൽ പോലും, നമ്മൾ ശരിക്കുള്ള വോട്ടിട്ടാൽ പോലും കള്ളത്തരം കാണിച്ചിട്ട് വരത്തില്ല വരുന്നത്. നമ്മൾ സംസാരിക്കണ്ട. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഈ വോട്ട് കൊള്ളയെ കുറിച്ച്, ഈ അതിക്രമത്തെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുവാനായിട്ട് രാജ്യം മുഴുവൻ ഓടി നടക്കുക. ഇവന്മാർ ആ ഒരു വിഷയം പോലും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതിന്റെ ഗൗരവത്തെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നില്ല. ഇവിടെ കിടന്ന് ഇവന്മാരുടെ ഈ നാണം കെട്ട ഈ നാറിയ വിഷയത്തിന്മേല് ചർച്ച ചെയ്ത് ഇവിടുത്തെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്തെല്ലാം അക്രമങ്ങളാണ് നടക്കുന്നത്. എന്തുമാത്രം ഈ വിലയാണെ മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യ, ഒരു സാധനത്തിന്റെ വില. അതുപോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഈ പിള്ളേരെ അടിച്ചു പറിച്ചു കൊല്ലുന്നത് ഒന്നും കാണുന്നില്ലേ ഇവരൊന്നും. ഇതൊന്നും ആർക്ക് കാണണം? ഇതൊന്നും ഇവിടെ ചർച്ചാ വിഷയങ്ങളാകുന്നില്ലല്ലോ. ഇതൊന്നും ഇവിടെ ചർച്ചാ വിഷയമാകാതെ സഭയിൽ പോയിട്ട് ഇവന്മാര് നാടകം കളിക്കുക. ഈ പിള്ളേർ പണങ്ങി പോകുന്ന പോലെ ഉത്തരം മുട്ടുമ്പോ. സതീശന് ഇത്ര ഒരു ദുഷ്ടനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും ഒരു ദുഷ്ടത അവന്റെ നടഭാവന്റെ. സഭയിലൊക്കെ ഞങ്ങളുടെ പിന്നെ അവിടെ തിരുവനന്തപുരത്തൊക്കെ ഞങ്ങളുടെ മേജർ സെമിനാരിയിലും അരമനയിലും ഒക്കെ പോയി അങ്ങ് ഘോരം വചനം പ്രസംഗിക്കുന്ന കേട്ടാൽ നമ്മൾ ലോകത്തിലേക്കും മദർ തെരേസയെ മാറ്റി നിർത്താൻ വിചാരിച്ചിട്ടുണ്ടായി. ഇവൻ കള്ളനാണ്. മനസ്സിലായില്ലേ? ഈ കർത്താവ് പറഞ്ഞ പോലെ ആട്ടുതോലിട്ട് വരുന്ന ചെന്നായ്ക്കളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് ഇവന്മാരെയാ. ഈ വെള്ളയിട്ട ശവക്കല്ലറകളെ എന്ന് വിചാരിച്ചത് ഉദ്ദേശിച്ചതും ഇതുപോലുള്ള കള്ളന്മാരെ, പാതിരികളെ മാത്രമല്ല. ഇങ്ങനെ അലക്കി തേച്ച കതർ വിട്ട് വരുന്ന ഈ യുവമാരെ സൂക്ഷിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇനി അടുത്ത പ്രാവശ്യം ഈ കൊച്ചനെ നിൽക്കാൻ പറ്റുമോ? അവൻ എന്തുകൊണ്ട് നിൽക്കാൻ പറ്റിക്കൂടാ? അവന് ഈ ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ഇവന്മാർക്ക് പോയി എന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു വിഷയം ഇവന്മാരെ ഇവനെ നാണം കെടുത്തിക്കാൻ നോക്കി അവസാനം രാഹുലിന്റെ ഗ്രാഫ് ഉയരുകയും രാഹുലിന്റെ ഇമേജ് വർദ്ധിക്കുകയും ചെയ്തു. ഈ പ്രസ്ഥാനം ആകെ നശിക്കുകയും നാറുകയും ചെയ്തു. ഇവന്റെ നിർത്തേണ്ട ആവശ്യം എന്താ? ഇവിടുത്തെ ജനങ്ങൾ ഇവനോട് സ്വതന്ത്രനായിട്ട് നിർത്തും. ഇന്ന് കേരളത്തിലെ ഏത് മണ്ഡലത്തിലും കൊണ്ട് സ്വതന്ത്രനായി നിർത്തിയാലും ജയിക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്കായില്ലേ? അടുത്ത തവണ ഇവനെ ഈ ചതിച്ച ശോഭകേട് ചെയ്ത ഈ സതീശന്റെ മണ്ഡലത്തിൽ തന്നെ സ്വതന്ത്രനായി ഇയാൾ നിൽക്കും. ജനങ്ങൾ നിർത്തും. അതിനു വേണ്ടുന്ന സകല ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. അല്ല, സതീശന്റെ മണ്ഡലത്തിലുള്ളവർക്കൊക്കെ ഇതെല്ലാം അറിയാവോ? പിന്നെ അവര് മണ്ടന്മാരൊന്നുമല്ലല്ലോ. അവരിത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇവന്റെ കപടതകള്. ഈ കഴിഞ്ഞ 5 പ്രാവശ്യവും പക്ഷേ ഇവനെ ജയിപ്പിച്ചത് അന്നേരം ഇതിനകത്ത് ഇതാണ്. അന്നേരം നമുക്ക് വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കഴിഞ്ഞ 5 വർഷവും ഇവനെ ജയിപ്പിച്ചത് ഇടതുപക്ഷമാ. CPIക്ക് ആരും ജയിക്കാൻ സാധ്യതയില്ലാത്ത, ആരും അറിയാത്ത ഏറ്റവും മോശമായ ഒരു സ്ഥാനാർത്ഥി ഇട്ട് കൊടുക്കും. അതുപോലെ BJPയും സഹായിച്ചു. BJPയും പണം വാങ്ങി, BJPയും സഹായിച്ച് ഏറ്റവും ആരും അറിയാത്ത ഒരു ഗുണവും മണവും ഇല്ലാത്തൊരു സ്ഥാനാർത്ഥി ഇട്ട് കൊടുക്കും. അന്നേരം ആ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പൂർണ്ണമായ വോട്ട് ഇവന് കിട്ടും. കോൺഗ്രസ്സുകാരും ഒന്നും അറിയാത്ത കുറെ കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്യും. അങ്ങനെയാണ് ഇവൻ ജയിച്ചുകൊണ്ടിരുന്നത്.
എൻ്റെ ദൈവമേ വലിയ ദുഷ്ടതയായി ദൈവം. എനിക്ക് ചങ്ക് പൊട്ടുന്ന വേദനയാണ്. കാരണം ഞാൻ ഓർത്ത് ഈ പ്രാവശ്യം ഈ നാടൊന്ന് രക്ഷപ്പെടാൻ തുടങ്ങി. എന്തുമാത്രം തിന്മകളാ മനുഷ്യർക്ക് ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ലോകത്തിൽ. ഞങ്ങൾക്ക് പോലും ഇറങ്ങി നടക്കാൻ പറ്റില്ല, കന്യാസ്ത്രീകൾക്ക് പോലും. അതുപോലത്തെ ദുഷ്ടതയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനൊരു ഒരു അന്ത്യം വരുമല്ലോ എന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് ദാഹിച്ച് മോഹിച്ചിരുന്നതാണ്. കോൺഗ്രസിന് ഭരണം വരുന്നില്ലെങ്കിൽ അതിന് ഏക ഉത്തരവാദി എന്ന് പറഞ്ഞത് ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞ സതീശനാണ്. അല്ലെ അവനെ ഇനിയോ ഒന്നും ഒതുക്കാൻ ആർക്കും ഇനി പറ്റുകയില്ലേ? അതിന് കഴകത്തുള്ള കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ ഇല്ല എന്നല്ല അതിനർത്ഥം. ഒരുത്തനെങ്കിലും മിണ്ടുന്നുണ്ടോ നോക്കി. അത് ഓരോരുത്തരും എല്ലാവരും വന്ന് ഇന്നലെ ഒരു വാഴയ്ക്കൻ, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കളഞ്ഞു. ഒരു വാഴയ്ക്കനോ കുഴയ്ക്കനോ വന്നിട്ട് ചെയ്തതാണ് വലിയ നല്ല കാര്യമാണെന്ന് പറയുക. കോൺഗ്രസിലെ നല്ലൊരു കാര്യമാണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. നീ എന്നെ തന്നെ സുനിൽ ചെയ്യുന്നേ? ഒരേ ഒരു കാര്യമേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സമയം വരും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവനെയൊക്കെ അറിഞ്ഞു തോപ്പിക്കുക എല്ലാവരെയും. ഇവനൊന്നും മേലാൽ ഇനി നിയമസഭയുടെ പടി കാണരുത്. ഇവന്മാർക്കിട്ട് കൊടുക്കാവുന്ന മരുന്നതേ ഉള്ളൂ. സുനിലിന്റെ ആ ശക്തമായ പറച്ചിലില്ല സുനിൽ ആ കൊച്ചന് ശക്തിപ്പെട്ടു വന്നത് കേട്ടോ. അത് പറയണമല്ലോ, വലിയ അഭിനന്ദനം കേട്ടോ. സുനിൽ അത്രമാത്രം എനിക്ക് പറയാനുണ്ടെന്നുണ്ട് അവനോടങ്ങ് ശക്തമായിട്ട് പറഞ്ഞതൊക്കെയാണ് അവനെ കുറെ കൂടെ ബലപ്പെടുത്തിയത്. അതിൻ്റെ കൂടെ അനേകരാ പ്രാർത്ഥിക്കുന്നു, 1-2 പേരൊന്നും അല്ല, അനേകരാ കണ്ണുനീര് പിടിച്ചാ പ്രാർത്ഥന. എനിക്കാണ് ഇവന്റെ കാര്യം പറയുമ്പോഴേക്ക് സങ്കടം വന്നിട്ട് കണ്ണു നിറയും. എന്തൊരു നല്ലൊരു മിടുക്കനാ. അവന്റെ പ്രസംഗം കേട്ട് ഒരു പ്രാവശ്യം കേട്ടുള്ളവർ അവനെ സ്നേഹിക്കും അറിയാതെ. എന്തോരം നല്ല തകർത്ത് പറയുന്നതെല്ലാം നല്ല മോനെ വെച്ചുള്ള കാര്യങ്ങൾ. അത് ഇങ്ങനെ സൂഹിപ്പിക്കാനോ ഒന്നുമല്ല അവൻ പറയുന്നത്. അങ്ങ് അറുത്ത് മുറിച്ച് അങ്ങ് അതോ പറയുന്നത് വായി തോന്നുവാസമല്ല, നല്ല ഭാഷയിലുമാണ് പറയുന്നത്. നല്ല വിവരമുള്ള ഒരു പയ്യൻ. അതിനെങ്ങനെ ചെയ്യാനായിരിക്കും തോന്നിയത് ദുഷ്ടന്. എന്താ ചെയ്യാനാ, പ്രാർത്ഥിക്കാൻ. എനിക്ക് സങ്കടം കൊണ്ട് വിളിച്ചതാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.